ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം തകർന്ന് 2 പൈലറ്റുമാർ മരിച്ചു എന്നാണ് റിപ്പോർട്ട്. വ്യോമസേനയുടെ ജാഗ്വാർ യുദ്ധവിമാനമാണ് തകർന്നത്. രാജസ്ഥാനിലെ ചുരു ജില്ലയിലെ രത്തൻഗഡിലുണ്ടായ അപകടത്തിൽ വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ശ്രീജിത്ത് ബാലകൃഷ്ണന്റെ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇതിപ്പോൾ എങ്ങനെയായിരുന്നു അപകടം? ഈ സാധാരണ ഇവർക്കൊരു പരിശീലന പറക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഈ പരിശീലന പറക്കലിനിടയിലോ മറ്റോ ആണോ അപകടം ഉണ്ടായത്? എന്താണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും പരിശീലന പറക്കൽ തന്നെയാണ്. രാജസ്ഥാനിലെ സുരത്ഗഡ് ഒരു വ്യോമസേനയുടെ എയർബേസാണ്. സുരത്ഗഡിൽ നിന്നും പറന്നുയർന്ന വിമാനമാണ്. ജാഗ്വാറിൻ്റെ യുദ്ധവിമാനമാണ് തകർന്നു വീഴുന്നത്. രാജസ്ഥാനിലെ രത്തൻഗഡിൽ തകർന്നു വീഴുന്നു. 2 പേരാണ് ഉണ്ടായിരുന്നത്, 2 പൈലറ്റുമാരാണ് ഉണ്ടായിരുന്നത്. 2 പൈലറ്റുമാരും മരിച്ചു എന്ന കാര്യം ഇപ്പോൾ വ്യോമസേന സ്ഥിരീകരിക്കുന്നുണ്ട്. വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഇക്കാര്യത്തിൽ അന്വേഷണം വ്യോമസേന പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതൊരു കോർട്ട് മാർഷലിലേക്കൊക്കെ പോകാനുള്ള സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം കഴിഞ്ഞ ഈ 2025 ആരംഭിച്ച ശേഷം ഇത് 3ാമത്തെ അപകടമാണ്. അതും 3ാമത്തെ ദുരന്തമാണ്. അപകടം എന്നുള്ളതിനപ്പുറത്തേക്ക് ജഗ്വാർ തകർന്ന് വീണ് പൈലറ്റുമാർ മരിക്കുന്ന 3ാമത്തെ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മാർച്ചിലും ഏപ്രിലും ഇപ്പോൾ ജൂലൈയിലും അങ്ങനെ 3 അപകടങ്ങളാണ് ജഗ്വാറുമായി ബന്ധപ്പെട്ട് വ്യോമസേനയ്ക്ക് നേരിടേണ്ടി വന്നത്. അതിൽ പൈലറ്റുമാരുടെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളത് വലിയ സാഹചര്യമാണ്. അത് മാത്രമല്ല, ഇന്ത്യ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു വ്യോമസേനയുടെ യുദ്ധ വിമാനം കൂടിയാണ് ജഗ്വാർ എന്നുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ പാകിസ്ഥാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിലൊക്കെ ജഗ്വാർ പലതവണ ഉപയോഗിച്ചിരുന്നു. ബോംബർ വിമാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജഗ്വാർ വിമാനങ്ങൾ തുടർച്ചയായി അപകടത്തിൽപ്പെടുന്നതും അത് തകർന്നു വീണ് കത്തി അമരുന്നതും പൈലറ്റുമാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതുമൊക്കെ വ്യോമസേനയെ സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയേണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണം പ്രഖ്യാപിച്ചു എന്നുള്ളത് മാത്രമല്ല, ഇതിൽ അഗാധമായ ദുഃഖവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ഒരു 3 അപകടങ്ങൾ വ്യോമസേനയെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യമുനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ജഗ്വാറിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജഗ്വാർ ഇന്ത്യയുടെ അഭിമാനമായ യുദ്ധവിമാനങ്ങളിലൊന്നാണ്. എന്തായാലും ഇന്നും സംഭവിച്ചിട്ടുള്ളതും വലിയ അപകടം തന്നെയാണ്. രാജസ്ഥാനിലെ രത്തൻഗഡിലാണ് വ്യോമസേനയുടെ ജഗ്വാർ വിമാനം തകർന്നു വീണ ഉടൻ കത്തിപ്പടർന്ന് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു വിമാനമുള്ളത്. 2 പേരുടെയും ശരീരാവശിഷ്ടങ്ങൾ അവിടെ നിന്ന് പ്രദേശവാസികൾ കണ്ടെത്തുകയായിരുന്നു ചെയ്തത്. ഓക്കെ ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.